നമസ്കാരം, ഞാൻ രാജശേഖരൻ, വാസ്തു കൺസൾട്ടൻ്റാണ്. നമ്മുടെ ഈ ചാനലിൽ 40-ഓളം വാസ്തു പ്രിൻസിപ്പിളിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്ലാനുകൾ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. അത് പ്രകാരം കുറേ ആളുകൾ വീടെടുത്തു, നിർമ്മിച്ചു എന്നും പറഞ്ഞ് എന്നോട് വിളിച്ചു പറഞ്ഞു. അത് കേട്ടതിൽ വളരെ സന്തോഷമുണ്ട്. ചില ആളുകൾ വാസ്തുവിദ്യയെക്കുറിച്ച് വിശദമായി സംസാരിക്കാമോ എന്ന് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിന്ന് ഈ വീഡിയോ തയ്യാറാക്കുന്നത്. നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയം വാസ്തുവിദ്യയെക്കുറിച്ചാണ്. ഭാരതത്തിൽ നിലനിന്നിരുന്ന നിർമ്മാണ ശാസ്ത്രമാണ് വാസ്തുവിദ്യ. എല്ലാ രാജ്യത്തും എല്ലാ സ്ഥലത്തും അവരുടെ പ്രാദേശികമായി ധാരാളം നിർമ്മാണ ശാസ്ത്രങ്ങളുണ്ടായിരുന്നു. ഭാരതത്തിൽ നിലനിന്നിരുന്ന നിർമ്മാണ ശാസ്ത്രമാണ് വാസ്തുവിദ്യ എന്നുള്ളത്. ഭാരതത്തിലെ എല്ലാ അറിവുകളും അടിസ്ഥാന ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ മോക്ഷപ്രാപ്തിയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. വേദങ്ങളായാലും ഉപനിഷത്തുകളായാലും പുരാണങ്ങളായാലും എല്ലാ അറിവുകളും ഒരു വ്യക്തിയെ ഉയർത്തി മോക്ഷപ്രാപ്തിയിലെത്തിക്കാൻ വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ വാസ്തുവിദ്യയുടെ അടിസ്ഥാന ഉദ്ദേശവും അവിടെ താമസിക്കുന്ന ആളുകളുടെ മോക്ഷപ്രാപ്തി തന്നെയാണ്. ഭഗവത്ഗീത പരിശോധിച്ചാൽ മനുഷ്യ സ്വഭാവത്തെ ഭഗവത്ഗീത 3ആയാണ് പ്രധാനമായും തരംതിരിച്ചിരിക്കുന്നത്. അതിൽ തമോ ഗുണം പ്രധാനമായ ആളുകൾ, രജോ ഗുണം പ്രധാനമായ ആളുകൾ, സാത്വിക ഗുണം പ്രധാനമായ ആളുകൾ. തമോ ഗുണം പ്രധാനമായ ആളുകളെ കുറിച്ച് നിങ്ങൾക്കറിയാം. അവർക്ക് പ്രത്യേകിച്ച് ജീവിത ലക്ഷ്യമോ ചിട്ടയോ അത്തരം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അലസരായിരിക്കും, കൃത്യമായ കാര്യങ്ങളൊന്നും ചെയ്യില്ല, എല്ലാത്തിലും അതൃപ്തിയായിരിക്കും, ആകെ സന്തോഷമില്ലാതെ ജീവിതം നയിക്കുന്ന ഒരു വിഭാഗം ജനങ്ങളാണ് ഈ തമോ ഗുണപ്രധാനമായ ജനങ്ങൾ. തൊട്ടുമേലെ രജോ ഗുണ സ്വഭാവമായ ജനങ്ങളുണ്ട്. ഈ രജോഗുണ സ്വഭാവം എന്ന് പറയുമ്പോൾ അവർക്ക് കുറച്ച് ജീവിത ചിട്ടകളുണ്ട്, ലക്ഷ്യബോധമുണ്ട്, അവർ വളരെ കർമ്മോത്സുകരാണ്, ജീവിതത്തിൽ കുറേയൊക്കെ വിജയിച്ച ഒരു വിഭാഗം ആളുകളാണ് ഈ രജോഗുണ സ്വഭാവമുള്ള ആളുകൾ. ഇതിൽ ഭഗവത്ഗീത പറയുന്ന ഒരു വിഭാഗം ആളുകൾ സാത്വിക ഗുണമുള്ള സ്വഭാവമുള്ള ആളുകളാണ്. അവർ ആത്മീയ തലത്തിൽ അത്യുന്നത നിലവാരത്തിലേക്ക് ഉയർന്ന ആളുകളാണ്. അതാണ് സാത്വിക ഗുണമുള്ള ആളുകൾ. ഭാരതത്തിൽ ശരിക്കും പറഞ്ഞാൽ വ്യക്തികളുടെ സ്വഭാവം തമോ ഗുണത്തിൽ നിന്ന് രജോ ഗുണത്തിലേക്കും അവിടുന്ന് സാത്വികത്തിലേക്കും ഒക്കെ ഉയർത്താൻ വേണ്ടിയുള്ള ചില ആചാരങ്ങൾ ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതാണ് ക്ഷേത്ര ദർശനം, ജപം, പ്രാർത്ഥന, ഉപാസന, യോഗ, ഇത്തരം കാര്യങ്ങൾ. ഇത് നമ്മുടെ ജീവിതത്തിൽ സ്ഥിരമായി ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ഗുണങ്ങൾ മാറി മാറി ഉയർന്ന തലത്തിലേക്ക് മാറും. ഗുണം ഉണ്ടാവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചിന്തകൾ, ആ ചിന്തകളിലൂടെ ഉണ്ടാകുന്ന പ്രവൃത്തികൾ, ഇതെല്ലാം കൂടി നമ്മളിൽ ഓരോ വൈബ്രേഷൻ ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ വൈബ്രേഷൻ ലെവല് നമ്മുടെ ചിന്തകളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ആ ലെവലിൽ മാറ്റം വരുത്തിയാൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരും. ഇപ്പോൾ നമ്മൾ ഭാരതത്തിലെ അറിവുകളെക്കുറിച്ചാണ് പറയുന്നത്. ആധുനിക ശാസ്ത്രം ഇതേക്കുറിച്ച് എന്താണ് പറയുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം. ഒരു അമേരിക്കൻ സൈക്കാട്രിസ്റ്റായ ഡോക്ടർ ഡേവിഡ് ആർ ഹോക്കിൻസ് സ്കെയിൽ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്ത് കാണാൻ പറ്റും. ഡോക്ടർ ഡേവിഡ് ഹോക്കിൻസ് പറയുന്നു, മനുഷ്യൻ്റെ എല്ലാ ജീവിത നിലവാരത്തിനും കാരണം അവരുടെ വൈബ്രേഷൻ ലെവലാണ്. അദ്ദേഹത്തിൻ്റെ ഹോക്കിൻസ് സ്കെയിൽ പ്രകാരം 20 മുതലാണ് വൈബ്രേഷൻ ലെവൽ ആരംഭിക്കുന്നത്. അത് 1000 വരെയുണ്ട്. ആ 20 മുതൽ 175 വരെയുള്ള ആളുകളുടെ സ്വഭാവം പരിശോധിച്ചാൽ ഭഗവത്ഗീതയിൽ തമോ ഗുണപ്രധാനമായ ആളുടെ സ്വഭാവം എന്താണോ പറയുന്നത് അതേ സ്വഭാവം തന്നെയാണ്, ഒരു വ്യത്യാസവുമില്ല. അതുപോലെ തന്നെ തൊട്ട് അടുത്ത് 200 മുതൽ 400, 500 വരെയുള്ള ആളുടെ സ്വഭാവം, വൈബ്രേഷൻ ലെവൽ 400, 500 വരെ ഉയർന്ന വൈബ്രേഷൻ ലെവൽ സ്വഭാവം ഭഗവത്ഗീതയിൽ രജോ ഗുണ സ്വഭാവമുള്ള ആളുടെ എല്ലാ കാര്യങ്ങളുമാണ് പറയുന്നത്. അതുപോലെ തന്നെ 500 മുകളിൽ 1000 വരെ, അത് ലോകത്ത് ഒരുപക്ഷെ 1-2 ആളുകൾ മാത്രമേ കാണുള്ളൂ. അവരുടെ സ്വഭാവം സാത്വിക ഗുണത്തിലുള്ള അങ്ങേയറ്റം ഉയർന്ന നിലവാരമുള്ളതാണ്. അപ്പോൾ നമ്മുടെ വൈബ്രേഷൻ ലെവല് സാവധാനം നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും. അതിനാണ് ആചാര്യന്മാർ നമുക്ക് യോഗ പോലുള്ള സാധനങ്ങൾ, അതുപോലെ പ്രാർത്ഥന, ജപം, ഉപാസന, ഇത്തരം ക്ഷേത്രദർശനം, ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, യോഗ എന്ന ആ രീതി കൊണ്ട് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ഒക്കെ ഉയർച്ച ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്ന
അങ്ങനെ ഒരു കൂട്ടം ആളുകൾ. അതുപോലെ തന്നെ പ്രാർത്ഥന, ജപം, ധ്യാനം, ക്ഷേത്ര ദർശനം, ഇത്തരം കാര്യം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരും എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് തീർച്ചയായും ഉപയോഗിക്കാവുന്ന ഒരു രീതിയാണ് വാസ്തുവിദ്യ പ്രകാരമുള്ള ഒരു വീട് നിർമ്മിക്കാനുള്ളത്. ഇത് നമ്മുടെ ആചാര്യന്മാർ ഉദ്ദേശിച്ചിരുന്നത് അവിടെ താമസിക്കുന്ന ആളുകളുടെ ഉന്നതി തന്നെയാണ്. ആത്മീയ ഉന്നതിയിലൂടെ അവർ ജീവിതത്തിൽ പ്രശ്നങ്ങൾ പരിഹരിച്ച് അവരുടെ ആത്മസാക്ഷാത്കാരം നേടാൻ വേണ്ടി തന്നെയാണ് ഈ വാസ്തുവിദ്യ പ്രകാരം വീട് തയ്യാറാക്കുന്നത്. ഓർക്കൂ, നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന, കിടന്നുറങ്ങുന്ന ആ വീട് വാസ്തുവിദ്യ പ്രകാരം കൃത്യമായ സ്ഥലത്ത് അഥവാ ശുദ്ധമായ സ്ഥലത്ത് വാസ്തു നിയമപ്രകാരം നിർമ്മിച്ചു കഴിഞ്ഞാൽ നാം അറിയാതെ തന്നെ, പ്രത്യേകിച്ച് ക്ഷേത്ര ദർശനവും ഉപാസനയും അതുപോലെ യോഗയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് നാം അറിയാതെ തന്നെ നമ്മുടെ വൈബ്രേഷൻ ലെവൽ ഉയരാനും ആത്മീയതയിലേക്ക് ഉയരാനും ഒക്കെ സഹായിക്കുന്ന ഒരു സംവിധാനമാണ് വാസ്തുവിദ്യ പ്രകാരമുള്ള വീടും. നമ്മുടെ ഉയർച്ച മനസ്സിലാക്കാൻ പറ്റും. സാവധാനം ഉയരുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് അഷ്ടലക്ഷ്മിമാരുടെ ഐശ്വര്യങ്ങളുണ്ടാവും. ആ അഷ്ടലക്ഷ്മിമാരെക്കുറിച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.